ഇന്ന് നമുക്ക് ഒരു ഓണപരിപാടിയും കൂടെ ഉണ്ട്. നമുക്ക് 3 പേർക്കും ഒരുമിച്ച് റെഡി ആയാലോ? ഇത് യുവിയുടെ കുട്ടി ഷർട്ടും മുണ്ടും, എനിക്കൊരു പച്ച കര വരുന്ന സെറ്റ് സാരി, ഇത് വിഷ്ണുവിന്റെ ഷർട്ടും മുണ്ടും. ഇത് തന്നെ ഇടുമെന്നാവോ? ഈ കൂട്ടത്തില് റെഡി ആവാൻ ഏറ്റവും സമയം എടുക്കുന്ന ആള് ഞാനാവുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തുടങ്ങി. ഇതൊക്കെ ലെയർ ലെയറായി തേച്ച് സെറ്റാക്കി കൊണ്ടുവരണ്ടേ, അപ്പൊ കുറച്ച് സമയമൊക്കെ എടുക്കും. ചില്ലറ കളിയാന്നാ വിചാരം. കണ്ടാൽ ഒരു കോംപ്ലക്സ് ലുക്കുള്ള എന്നാൽ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്യാം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇനി ഈ പൊട്ടും കൂടെ മാറ്റാം. എന്തോ ഒരു ചേർച്ചക്കുറവില്ലേ? അങ്ങനെ മേക്കപ്പ് ഏകദേശം തീർന്നു തുടങ്ങിയപ്പോക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. നല്ല ഭംഗിയില്ലേ റോസിന്റെ സാരി? ഈ സാരി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ. കണ്ടപ്പോൾ അതിനേക്കാളും എടുത്തു കഴിഞ്ഞപ്പോ കൂടുതൽ ഭംഗിയുണ്ട്. എനിക്കല്ലാട്ടോ, സാരിക്ക്. ഇനി ഇതിന് ചേരുന്ന കുറച്ച് ആടയാഭരണങ്ങളും കൂടെ നമുക്ക് അണിയാം. അയവ, എന്റെ മലയാള പ്രാഗൽഭ്യം കേട്ടോ. ഇന്നെല്ലാം ഒരു പച്ച മയമാണ്. പച്ച ജുംക, അത് വേണ്ട, ജിംകി, പിന്നെ പച്ച സ്റ്റോണുള്ള മാല, പിന്നെ ഇക്കിലി പച്ച കളറിൽ വരുന്ന കുപ്പിവള. ആഹാ, സംതൃപ്തിയായി. അങ്ങനെ ഞാൻ റെഡി ആയതിന്റെ 4-1 സമയം പോലും എടുക്കാതെ വിഷ്ണു ദേ റെഡിയായി. ഇത് ഞാൻ എടുത്തു വെച്ച ഷർട്ടല്ലാന്നല്ലേ? അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. അയ്യവ, എന്താ ചിരി. ഇനി ഞങ്ങള് പോയി യുവീനെ റെഡിയാക്കട്ടെ കേട്ടോ. സുന്ദരൻ മുണ്ടൊക്കെ എടുത്ത് മുടിയൊക്കെ ചീകി റെഡിയായല്ലോ. അച്ചോടാ, നല്ല സന്തോഷത്തിലാണല്ലോ. അങ്ങനെ ഞങ്ങൾ റെഡി. ഇതോടുകൂടെ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണപരിപാടി തീർന്നു എന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നു.